നമുക്ക് ഇതുപോലെ എങ്ങനെ വീഡിയോ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിനൊപ്പം ആവശ്യമായ സാധനങ്ങളാണിത്. അപ്പോൾ അതിനു മുമ്പേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലാണ്. ഞാൻ ജിഗിൽ ഷാജി. വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാം, അതായത് ഡ്രോൺ ഇല്ലാതെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനം കൊണ്ട് നമുക്ക് എങ്ങനെ ഡ്രോൺ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നോക്കാം, അതായത് ഡ്രോണിനെ പോലെയുള്ള വീഡിയോ. അപ്പോൾ ആദ്യമായി നമുക്ക് വേണ്ടത് സെൽഫി സ്റ്റിക്കാണ്. ഇത് മിക്കവരുടെയും കയ്യിൽ കാണും. എന്നിട്ട് അത് കെട്ടാനായിട്ട് ഉപയോഗിക്കാൻ ചെറിയൊരു വള്ളി വേണം. ഇത്രയും വള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പം ഇത്രയും ആവശ്യമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം നീളമുള്ള കമ്പ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഇത്ര നീളമുള്ളൊരു കമ്പാണ് എടുത്തേക്കുന്നത്. അതായത് ഈ ബാക്കിലെ സ്ഥലവും എൻ്റെ വീടുമായിട്ട് സ്വല്പം ദൂരക്കൂടുതലുണ്ട്. അപ്പോൾ അതുമൂലം ഈ വണ്ടിയെ കൊണ്ടുണ്ടായോ. അതുകൊണ്ട് ആണ് ഇത്രയും നീളമുള്ളൊരു കമ്പ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൽ നീളമുള്ള കമ്പ് എടുക്കാമായിരുന്നു. ഫസ്റ്റിൽ നമുക്ക് ചെയ്യേണ്ടത് ഈ കമ്പിൻ്റെ മുകൾ ഭാഗത്ത് സെൽഫി സ്റ്റിക്ക് വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഡ്രോണ് നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രോണ് അപ്പം സ്വല്പം ഒന്ന് കുനിച്ച് വെക്കുക. കാരണം വെച്ചാൽ ആ ഡ്രോണിൻ്റെ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ തന്നെയാണ് ഈ ക്യാമറ. ഈ ഫോൺ തന്നെയാണ് ഇപ്പം ഇവിടെ വെക്കുന്നത്. അതുകൊണ്ട് വെച്ച് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഫോൺ വെക്കുമ്പം ഫോണും കൂടെ ചെറുതായിട്ട് എന്തെങ്കിലും വെച്ചൊന്ന് അല്ല റബ്ബർ ബാൻഡോ എന്തെങ്കിലും വെച്ചൊന്ന് സേഫ്റ്റി ആയിട്ട് ചെയ്യുക. എന്നിട്ട് വേണം നമുക്ക് ഈ ഡ്രോൺ പൊക്കിക്കൊണ്ട് നടക്കാൻ. അബദ്ധവശാൽ ഇതാണ് തെന്നി താഴെ വീണ് കഴിഞ്ഞാൽ ഫോണിൻ്റെ കാര്യം പോക്കാണേ. അപ്പോൾ ഇങ്ങനെയാണ് ഡ്രോണിൻ്റെ വീഡിയോ സെറ്റാക്കുന്നത്. ഇനി നമുക്ക് ക്യാമറ മോഡിലേക്ക് പോകാം. നമ്മുടെ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ക്യാമറ മോഡ് വൈഡ് ആംഗിൾ ക്യാമറ മോഡായിരിക്കണം. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് പോക്കോ X3 ആണ്. ഇപ്പോൾ ഫോണിന് ഇപ്പോൾ നല്ല സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലാത്തവർ എഡിറ്റ് ചെയ്യുമ്പം വീഡിയോയ്ക്ക് ജെർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റെബിലൈസേഷൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് സ്മൂത്തായി കിട്ടുന്നതായിരിക്കും. പിന്നെ എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉറപ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി കണ്ടുമുട്ടാം. അതുവരെ ബൈ ബൈ, സീ യു.